എക്കുവിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇഷ്ടം മ്യൂസിക് ഭയങ്കര പേഴ്സണലാണ്. ഇപ്പോൾ എൻ്റെ ഇഷ്ടമാവണമെന്നില്ല, ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ടൈം ലൈൻ വരുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സ്പീഡാണ്. കിഷ്കിന്ത പോലെയല്ല നമ്മളിപ്പോൾ ഇതിൽ സ്കോർ ചെയ്തേക്കുന്നത്. പാട്ടുകൾ കേൾക്കൽ വളരെ കംപ്ലീറ്റ്ലി കുറവാക്കും. ആക്ച്വലി ഞാൻ ലയൺ കിങ് ആണ് എൻ്റെ പുള്ളിയുടെ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം. ഇപ്പം അടുത്ത് എൻ്റെ ലോക പടം ഭയങ്കരമായിട്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഭയങ്കര ഗൂസ്ബം കിട്ടിയ പടം. ഐ തിങ്ക് നിർണയം എന്ന് പറഞ്ഞ പടം. സോ ഈവൻ യോധയൊക്കെ ആക്ച്വലി അന്നത്തെ നമ്മൾ അന്ന് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. അന്ന് ഞാൻ പൊതുവെ ലൈവ് ഷോസ് പോകല് ഭയങ്കര കുറവാണ്. എനിക്ക് ക്രൗഡ് ഭയങ്കര പ്രശ്നമുണ്ട്. ഓക്കെ, ഞാനിത് കുറേ കാലമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളത്. അത് കളങ്കാവൽ പോലത്തെ പുള്ളിയുടെ ഒരു എക്സ്പെരിമെൻ്റൽ പരിപാടിയിൽ തന്നെ ചെയ്യാൻ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹായ് മുജീബ്, വെൽക്കം ടു ഇൻഡിവുഡ്, വെൽക്കം ടു ഡീപ് ഡൈവ്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി എക്കോ ഒരു വലിയ വിജയമായി. ആൻഡ് പീപ്പിൾ ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് എ മുജീബ് മജീദ് മ്യൂസിക്കൽ. ഫീലിംഗ് ഗ്രേറ്റ്. ഐ മീൻ ഗ്രേറ്റ്ഫുൾ. സോ ഞാൻ ഇമ്മീഡിയറ്റ്ലി ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ ഓൾ ഐ വോണ്ട് ടു ആസ്ക് ഇസ്, ഇപ്പോൾ കിഷ്കിന്ത കാണ്ഡം വി കനോട്ട്, എനിക്ക് തോന്നുന്നു മുജീബിൻ്റെ കരിയറിലെ ഏറ്റവും പീക്ക് എന്ന് ആസ് എ ഫാൻ, ആസ് എൻ ഓഡിയൻസ് ഞാൻ വിശ്വസിക്കുന്ന കിഷ്കിന്ത കാണ്ഡമാണ്. ഇപ്പോൾ കിഷ്കിന്ത കാണ്ഡത്തിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ പോലെ ആ ട്രിലജിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഇക്കോ. അപ്പോൾ ഇതിൽ രണ്ടിലും മ്യൂസിക് സ്കോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സോണിക് ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വാട്ട്സ് യുവർ ക്രിയേറ്റീവ് പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്? ബ്ലാങ്ക് പേപ്പർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ തുടങ്ങിയത്. എക്കുവിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ബാഹുൽ എൻ്റെ കമ്പോസിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന സാധനങ്ങളെല്ലാം ഡിസൈൻ ചെയ്തുണ്ടാക്കിയിരുന്നത്. സോ ഇതിൽ ആ നാടിനെ നമ്മളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ നാടുമായി ഇപ്പോൾ കേരളമാണെന്ന് നമുക്ക് അറിയെങ്കിൽ പോലും നമ്മൾ അങ്ങനത്തെ സൗണ്ടുകളൊന്നും യൂസ് ചെയ്യരുത്. കുറച്ച് ഇൻ്റർനാഷണൽ സൗണ്ടിൽ തന്നെ നമുക്ക് പരിപാടികൾ മുന്നോട്ട് പോകാം. അങ്ങനെ തുടങ്ങി വന്നപ്പോൾ ഇത് ചിലപ്പോൾ ചെറിയൊരു ടെക്സ്ചറൽ പാഡ്സ് എന്നായിരിക്കാം ഓരോരോ ഐഡിയാസും ഇങ്ങനെ ഉണ്ടാക്കി വന്നത്. അപ്പം ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം കേൾപ്പിക്കുമ്പോൾ ബാഹുൽ യെസ് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് ഇങ്ങനെ പോകും. പിന്നെ ബാഹുൽ ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ റെഡിയാണ്. പുള്ളി ഭയങ്കര അങ്ങനത്തെ കാലം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ബാഹുലായാലും രഞ്ജിത്തായാലും. ഇപ്പോൾ കിഷ്കിന്തയിലായാലും എക്കോയിലായാലും എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഒരു ഓഡിയൻ, ഒരു കേൾക്കുന്ന ആളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കോറാണ് അവിടെ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കരുത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൗണ്ടാണ് അവിടെ അതങ്ങനെ കൊടുക്കണ്ട. ഋതം പ്രതീക്ഷിക്കുമ്പോൾ ഋതം കൊടുക്കരുത്. സോ അങ്ങനത്തെ ഒരു ഐഡിയാസ് എന്നാണ് നമ്മൾ ബിൽഡ് ചെയ്ത് പോയേക്കുന്നത് സ്കോർ. സോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വേൾഡ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മുജീബ് ചെയ്ത ചില സിനിമകൾ, ഫോർ എക്സാമ്പിൾ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം മന്ദാരം ഒരുപാട് മുമ്പാണ്. ഞാനിപ്പോൾ ചെയ്ത സിനിമകളുടെ നേച്ചറുകൾ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒന്ന് തിങ്കളാഴ്ച നിശ്ചയം, പരിചിതമില്ലാത്ത കാസർഗോഡ് നടക്കുന്ന ഒരു കഥ, രേഖാചിത്രം ഒരു പീരിയഡ് ഡ്രാമയാണ്, മിക്സ് ചെയ്ത് വരുന്നൊരു സാധനമാണ്. കിഷ്കിന്ത കാണ്ഡവും ഇപ്പോൾ എക്കോയും ഒരു വേറൊരു അത് നമുക്ക് പരിചിതമല്ല, നമ്മൾ ഔട്ട്സൈഡേഴ്സായിട്ട് കാണുന്ന ഒരു ലോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമകളെല്ലാം. സോ ഇതിലൊക്കെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. പറഞ്ഞ പോലെ മുജീബിൻ്റെ വാക്കുകളിനടുത്ത് ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്യാൻ ഈ മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അത് ആക്ച്വലി ഒരു ഡയറക്ടറിൻ്റെ വിഷനാണ്. ചിലപ്പോൾ ഒരുപാട് ഫില്ല് ചെയ്യുന്ന മ്യൂസിക്കിലായിരിക്കുമല്ലോ ഡയറക്ടറിന് അത് വേണ്ടത്, കൺവേ ചെയ്യേണ്ടത്. സോ അത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അത് ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്ത് റിജക്റ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്തിട്ടായിരിക്കും അത് ക്രാക്ക് ആവുന്നത്. സോ ഇത് ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന മ്യൂസിക് ഭയങ്കര പേഴ്സണലാണ്. ഇപ്പോൾ എൻ്റെ ഇഷ്ടമാവണമെന്നില്ല, ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോണർ ചിലപ്പോൾ എൻ്റെ ഡയറക്ടറിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഒരു ക്ലാഷാണ് അത് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു പോയിന്റിൽ വന്ന് ഓക്കെ ഇത് കൊള്ളാം എന്ന് വരുന്ന ഒരു പോയിൻ്റാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നാണ് മൊത്തം മ്യൂസിക്കിൻ്റെ ഒരു ബേർത്ത് ഉണ്ടാവുന്നത് ആക്ച്വലി ഒരു ഫിലിമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ടറുടെ താല്പര്യമായിരിക്കില്ല ചിലപ്പോൾ ഒരു സംവിധായകൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഒരു സീൻ എൻവിഷൻ ചെയ്യുമ്പോൾ മുജീബ് ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്കോറാണെങ്കിൽ ചിലപ്പോൾ ബാഹുലിന് വേറൊരു ഐഡിയാസ് ഉണ്ടാവും. ഹൗ ഡു യു റിസോൾവ് യുവർ കോൺഫ്ലിക്ട്സ്? വി ഡിസ്കസ്. അത് ഞാനൊരിക്കലും ഞാൻ ചെയ്തത് കറക്റ്റാണെന്ന് ഞാൻ ഒരിക്കലും
അങ്ങനെ നമുക്ക് വാശി പിടിച്ച് മുന്നോട്ട് നമ്മൾ സംസാരിക്കും എന്തുകൊണ്ട് അത് വേണ്ട, എന്തുകൊണ്ട് ഈ സൗണ്ട് വേണ്ട. അല്ലെങ്കിൽ ബാഹുല് അവിടെ സീനിന് ചിലപ്പോൾ ഞാനൊരു ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുന്ന സ്കോറിന് ബാഹുല് പറയും അവിടെ അത്രയും ആവശ്യമില്ല. അല്ലെങ്കിൽ ബാഹുല് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്താലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വളരെ മിനിമലായിട്ട് ചിലപ്പോൾ ഒരു സോളോ ഇൻസ്ട്രുമെൻ്റ് വെച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. സോ ഇത് ഡിസ്കഷനിൽ തന്നെയാണ് നമ്മളത് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സെൻസഡ് സിനിമ ഒരു ഇന്ത്യ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യ മ്യൂസീഷ്യൻ ചെയ്യുന്ന ഒരു പ്രോസസ്സേ അല്ലല്ലോ സിനിമ എന്നുള്ളത്. യു വർക്ക് ഓൺ ഡെഡ് ലൈൻസ്, യു വർക്ക് ഓൺ ടൈം ലൈൻസ്. അപ്പോൾ ഹൗ ഡസ് ഇറ്റ് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ ടൈം ലൈൻസും ആ ഒരു പ്രഷറും ഈ ക്രിയേറ്റീവ് പ്രോസസ്സിന് എപ്പോഴെങ്കിലും ഹിൻഡ്രൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ ഒരു കിക്കെന്ന് തോന്നുന്നു. ഞാൻ കൂടുതലും ഇപ്പോൾ ഈ ടൈം ലൈൻ വരുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സ്പീഡാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ഒരു പ്രഷറിൽ കൂടെ പോകും എന്തായാലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും അണ്ടർ പ്രഷറൊക്കെ നല്ല രസമായിട്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ പറഞ്ഞ പോലെ പ്രഷർ വരുമ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എക്കോ അല്ലെങ്കിൽ കിഷ്കിന്താണ്ടം ഇപ്പോൾ ഞാൻ ചെയ്ത പ്രൊജക്ട്സൊക്കെ ഡയറക്ടേഴ്സിന് ഒരു ട്രസ്റ്റ് ഉണ്ട് എൻ്റെ മുകളിൽ. അപ്പോൾ അത് ഒരു വലിയ ഫാക്ടറാണ്. എനിക്ക് ഒരു ടൈം തന്നാലും അവർക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്, ഓക്കെ ഹീ ക്യാൻ. സോ അത് വെരി ബ്ലെസ്ഡ്. ഇത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ട്രസ്റ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ യു വിത്ത് ബാഹുൽ രമേശ് ഐ തിങ്ക് ഫ്രം ഗ്രേസ്വില്ല. ഐ മീൻ ഇറ്റ്സ് ബീൻ എ കണ്ടിന്യൂ 2015. ഇറ്റ്സ് 10 years ഡിക്കേഡ്. തവിടുപൊടി ജീവിതമാണ് നമ്മൾ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഗ്രേസ്വില്ല വരുന്നത്. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ ഇത്ര വലുക്കുമ്പോൾ ദർ ഇസ് എ കംഫർട്ട് സോൺ ദർ. അത് മുജീബിനായാലും ബാഹുലിനായാലും അതൊരു കംഫർട്ട് സോണാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് തന്നെയാണ് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുന്നത്. അതായത് ഇപ്പോൾ കിഷ്കിന്ത പോലെയല്ല നമ്മളിപ്പോൾ ഇതിൽ സ്കോർ ചെയ്തേക്കുന്നത്. വേറെ കുറച്ചും കൂടെ മെലഡി പരിപാടിയിലാണ്. കിഷ്കിന്ത കുറച്ചും കൂടെ ഒരു അറ്റ്മോസ്ഫിയറിക് മെലഡീസ് കുറവാണ്. സോ ഇതിൽ നേരെ തിരിച്ചാണ്, കുറച്ചും കൂടെ മ്യൂസിക്കലിയാണ് നമ്മൾ പോയേക്കുന്നത്. സോ അത് നമ്മൾ മൂവി നമ്മളത് എടുക്കുന്ന ഒരു കിഷ്കിന്ത പോലെ ആവരുത്. സോ ആ ഒരു കംഫർട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ എസ്പെഷ്യലി ബാഹുലാണെങ്കിലും അതെ, പുള്ളി ശരിക്കും നമ്മളെ പുഷ് ചെയ്യും ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഒരു സ്റ്റുഡിയോയ്ക്ക് അകത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഐ പേഴ്സണലി ഐ മാനേജ് എ മ്യൂസിക് ബാൻഡ്. അപ്പോൾ ഇവരുടെ കൂടെ റെക്കോർഡിങ്സിന് ഇരിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വി സോൺ ഔട്ട്. വി കനോട്ട് ജഡ്ജ് വാട്ട് വി ആർ മേക്കിംഗ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ വാട്ട് ഈസ് യുവർ പ്രോസസ്? കാരണം യു ആർ വർക്കിംഗ് ഓൺ ഡെഡ് ലൈൻസ്, യു വർക്കിംഗ് ഓൺ ബിഗ് പ്രോജക്ട്സ്, ബിഗ് ബഡ്ജറ്റ്സ് ഇൻവോൾവ്, ബിഗ് സ്റ്റാർസ് ഇൻവോൾവ്, അതിഭീകര സങ്കീർണമായ കഥകൾ. അപ്പോൾ ഇതിലൊക്കെ സ്കോർ ചെയ്യുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹൗ ഡു യു ജഡ്ജ്? ലൈക്ക് വാട്ട്സ് യുവർ പ്രോസസ്? ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പ്രോസസ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ സോൺ ഔട്ടാവും. നമ്മൾ ജഡ്ജ്മെൻ്റൊക്കെ സമയത്ത് പോകും, കുറച്ചൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. സോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇതുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്യും. ലൈക്ക് ഓരോ ഇൻ്റർവ്യൂസ് കാണും. അപ്പോൾ അങ്ങനത്തെ ഒക്കെയാണ് എൻ്റെ ഒരു ഇത്. പാട്ടുകൾ കേൾക്കൽ വളരെ കംപ്ലീറ്റ്ലി കുറവാണ് ഇപ്പോൾ. ആക്ച്വലി ഭയങ്കര മോശമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സൊക്കെ എന്തെങ്കിലും അവരാണ് ഇപ്പോൾ പുതിയ ഓരോ പരിപാടികൾ പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ കേൾക്കുന്നു. അല്ലാണ്ട് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യൽ ഭയങ്കര കുറവാണ് ബിക്കോസ് ഓഫ് മൈ വർക്ക്. പിന്നെ പറഞ്ഞ സോൺ ഔട്ട് ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിൽ നിന്നൊന്ന് ബ്രേക്ക് എടുത്ത് വേറെ എന്തെങ്കിലും മ്യൂസിക്കുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസ് കാണും, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു ക്രാക്ക്. ഒരു ഫ്ലോയിൽ പോകാൻ എനിക്കിഷ്ടം. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വരുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, വേറെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ കേൾക്കൽ കുറവാണ്, പക്ഷേ യു ആർ വർക്കിംഗ് ഇൻ ആൻ ഇൻഡസ്ട്രി വിച്ച് ത്രൈവ് ഓൺ സോങ്സ്. അപ്പോൾ ഈ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു, അപ്രോച്ചിൽ എന്താണ് ഡിഫറൻസ്? ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫിലിമിൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ ദ സ്ക്രിപ്റ്റ്. സോ എനിക്കെപ്പോഴും അതാണ്, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് ചെയ്യാനുള്ള ടെൻഷൻ എനിക്കതാണ്. കാരണം എനിക്കൊരു വിഷൻ ഉണ്ടാവില്ല, ഞാനായിട്ടെല്ലാം ചെയ്യണമല്ലോ. ഇതാകുമ്പോൾ ഓൾറെഡി എല്ലാം റിട്ടേൺ ആണ്. എനിക്കൊരു ഡയറക്ടർ ഉണ്ട് പറഞ്ഞുതരാം, എനിക്കൊരു പാത്തുണ്ട്. സോ ഐ ഓൾവേസ് പ്രിഫർ വർക്കിംഗ് ഓൺ ഫിലിം മ്യൂസിക്കിൽ. ആൻഡ് ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ നമുക്ക് വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും വിഷ്വൽസ് വന്നതിന് ശേഷം കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇൻസ്പയറിങ്. ചിലപ്പോൾ കളർ ടോൺസും ഇതൊക്കെ, പിന്നെ അവരുടെ പെർഫോമൻസൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ പണ്ട് പറയുമല്ലോ, പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നു, ട്യൂൺ കമ്പോസ് ചെയ്തതിന് ശേഷം പാട്ട് എഴുതുന്നു. അപ്പോൾ ഈ വാട്ട് ഈസ് ആക്ച്വലി എ പ്രോസസ് ദാറ്റ് ഗോസ് ബിഹൈൻഡ്? ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ സ്കോർ കമ്പോസ് ചെയ്യുന്നത്, അതോ ഒരു തീം കമ്പോസ് ചെയ്തതിന് ശേഷം
സീൻസ് ഷൂട്ട് ചെയ്യാറുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്, ഇറ്റ് ഓൾ ഡിപ്പെൻസ്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ധീരനിലാണ് ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് കുറേ പാട്ടുകൾ ചെയ്തത്. പക്ഷെ അതെല്ലാം ഞാൻ പടം ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തൊക്കെ. ബിക്കോസ് അതിലൊന്നിലും ലിപ്സിങ്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം. അപ്പോൾ അവർ ഷൂട്ട് ചെയ്ത് തന്നു, അതനുസരിച്ചിട്ട് നമ്മൾ വെക്കുകയായിരുന്നു. സോ ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കൽ ഭയങ്കര കുറവാണ്. ബിക്കോസ് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ഒരു എടുത്ത് വരുമ്പോൾ അങ്ങനെയായിരിക്കില്ല. അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം പടം ഷൂട്ട് കഴിഞ്ഞ് ഒരു എഡിറ്റൊക്കെ വരുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ പടത്തിലേക്ക് ഇന്നാവാൻ പറ്റാറ്. പിന്നെ ചിലർ ചോദിക്കും കേട്ടോ, നമുക്ക് പടം ഷൂട്ടിന് മുന്നേ തീംസ് കിട്ടിയാൽ കൊള്ളാം. ഇപ്പോൾ തമിഴ് ഫിലിം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലിങ്ങനെ കുറച്ച് തീം ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നേ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയ്യുന്ന മ്യൂസീഷ്യൻസിനോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഒരു AI അതിഭീകരമായ കടന്നുവരവ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുനോ എന്ന് പറയുന്ന ഒരു ആപ്പ് മ്യൂസീഷ്യൻസിനെ കൊണ്ട് തന്നെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സോ ഹൗ ഡു യു ലുക്ക് അറ്റ് ദിസ് AI ഇൻവേഷൻ? നമ്മളിപ്പോൾ അതിനൊരു എനിമിയായിട്ട് കണ്ടിട്ട് കാര്യമില്ല, മുന്നോട്ട് പോയേ പറ്റൂ. സോ ഐ തിങ്ക് വി ഹാവ് ടു ലേൺ, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളത് കുറിച്ച് പഠിക്കുക. സോ പണ്ട് എനിക്ക് ഇവിടെ മുന്നേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ സാമ്പിൾ ലൈബ്രറീസ് ഒക്കെ ഇറങ്ങിയ സമയത്തും ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആർട്ടിസ്റ്റുകളെ വിളിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഒരാൾ ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നു. അപ്പോൾ സുനോല ആണെങ്കിൽ നമ്മളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അതിലൊരു സോൾ എന്ന് പറഞ്ഞ സാധനം മിസ്സിങ് ആണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മാറും എന്നുള്ളത് ഉറപ്പാണ്. സോ ഏറ്റവും ബെസ്റ്റ് നമ്മളത് പഠിക്കുക, അതിനെ ഇതാക്കാൻ നോക്കുക എന്നുള്ളത്. ഗോയിങ് ബാക്ക് ഇൻ ടൈം, അതായത് എനിക്ക് തോന്നുന്നു മന്ദാരത്തിനും അല്ലെങ്കിൽ ഇതിന് ഈ ഒരു സ്കോറിംഗ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഗ്രാം ബാക്ക് ഇൻ ചെന്നൈ ഫോർ 8-10 years. I mean that's what I read, I guess. More than that. More than that. So was there a point, I mean ഇതാണ് എൻ്റെ ഡ്രീം എന്ന് വിചാരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിഡ് ദിസ് ജസ്റ്റ് ഹാപ്പൻ? ലൈക്ക് എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. പക്ഷെ അതിൽ എങ്ങനെ അത് എത്തും എന്നുള്ളതൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് അന്നൊന്നും മ്യൂസിക് പ്രോഗ്രാമറെ കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജേർണിയുടെ ഒരു ഭാഗമാണെന്നുണ്ട്. നമുക്ക് ഒരു സാധനം നമ്മൾ മനസ്സിലാഗ്രഹിക്കുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയർസ് ഞാൻ തന്നെ പഠിച്ചു വന്നത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു കീബോർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു ജോബല്ല, ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഗോപിച്ചേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നതും, അനിൽ ജോൺസൺ, പിന്നെ കന്നഡയിൽ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ അപ്പോഴും എനിക്ക് ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് പെട്ടെന്ന് മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ളതല്ല. ഇവരുടെ ഒരു പ്രോസസ്സ്, അതായത് ഇവരെങ്ങനെയാണ് പല സീനുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പടത്തിൽ ഞാൻ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ കുറേ പ്രോഗ്രാമേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തൊരു സീൻ റിജക്റ്റ് ആകുമ്പോഴും അത് വേറൊരു പ്രോഗ്രാമറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരതെങ്ങനെ ട്രീറ്റ് ചെയ്തതെന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ ഒരു പ്രോസസ്സ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മടുപ്പ് തോന്നിയിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ? 8-10 വർഷമൊക്കെ ചേസിങ് എ ഡ്രീം ഉണ്ടാവും ചില സമയത്തൊക്കെ. പക്ഷേ എനിക്ക് അതാണ് തോന്നുന്നു ആർട്ടിൻ്റെ പവർ. ലൈക്ക് നമ്മൾ തിരിച്ച് ആ സാധനത്തിലേക്ക് തന്നെ ഒരു ദിവസം നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തോ ഒരു പവർ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിരുന്നു. അതായത് ഞാനിപ്പോൾ ഞാൻ ഒരു മ്യൂസിക് എക്സ്പേർട്ടോ കാര്യങ്ങളോ തന്നെ, കംപ്ലീറ്റ്ലി ഒരു ലേമൻ പെർസ്പെക്റ്റീവിലാണ് ചോദിക്കുന്നത്. അതായത് പണ്ട് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ഈ പാട്ടുകൾ ആരോ കമ്പോസ് ചെയ്യുന്നു, പിന്നീടാണ് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിങ്ങനെ ആ ഒരു പ്രോസസ്സ് ഉണ്ടെന്നൊക്കെ. സോ വാട്ട് വാസ് യുവർ മൊമെൻറ്റ് ഓഫ് ഇൻസ്പിറേഷൻ? അതൊരു ദിസ് വർക്ക് എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്, താൽ കണ്ടിട്ട് അതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിച്ച് മൊമെൻറ്റ് ഓഫ് താൽ ഓർ വിച്ച് ട്രാക്ക് ഫ്രം ദാറ്റ് മൂവി? സോ നമ്മുടെ ഫാമിലിയിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഉപ്പയുടെ ഫാമിലി ആയാലും ഉമ്മയുടെ ഫാമിലി ആയാലും എല്ലാവരും നന്നായിട്ട് പാട്ട് കേൾക്കും, എല്ലാവരും നന്നായിട്ട് പാടും. ഉമ്മയുടെ ഫാമിലിയിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആണത്. എല്ലാവരും റിതം ഒക്കെ ഭയങ്കര അടിപൊളി എല്ലാവരും. സോ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു മ്യൂസിക്കിനോടുള്ളൊരു, ഇപ്പോൾ പഴയ പാട്ടുകളൊക്കെ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്ലേ ചെയ്യും, എല്ലാ കൈൻഡ് ഓഫ് പാട്ടുകളും. അങ്ങനെ കാസറ്റ്സൊക്കെ മേടിക്കും. ഇഷ്ടമാണ്, പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു താലിൻ്റെ ഫസ്റ്റ് ട്രാക്ക് കേട്ടപ്പോഴേ എനിക്കെന്തോ ഭയങ്കര മാജിക്കലായിട്ട് തോന്നി. സോ അവിടെ നിന്നാണ് ഞാൻ പിന്നെ കൂടുതൽ സൗണ്ടിങ് പരിപാടികളൊക്കെ കേട്ടു തുടങ്ങി. അപ്പം അന്ന് മുതലേ ഉള്ള ആഗ്രഹം. താലിൻ്റെ ഏത് ട്രാക്കാണ് സ്പെസിഫിക്കലി? ഫസ്റ്റ് ട്രാക്ക് ഇഷ്ക് ബിന എന്ന് പറഞ്ഞ ട്രാക്ക്. യെസ്.
അത് തന്നെയാണ് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ പിന്നീട് വരുമ്പോൾ ഓഫ് കോഴ്സ് ഐ ഹാവ് ടു ത്രോ ദി ഹാൻഡ് സിമ്മർ ക്വസ്റ്റ്യൻ. അതായത് മുജീബ് മുമ്പ് പല സ്ഥലങ്ങളിലും മറുപടി പറഞ്ഞിട്ടുള്ളതാണെന്നും അറിയാം. ഹാൻഡ് സിമ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇറ്റ്സ് എ ഹൗസ് ഹോൾഡ് നെയിം നൗ. ഈ സിനിമാ പ്രേമികളുടെ ഇടയിലൊക്കെ ഇറ്റ്സ് എ വെരി ഹൗസ് ഹോൾഡ് നെയിം. ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം വന്നു കഴിയുമ്പോൾ പലരും ദിസ് സൗണ്ട്സ് വെരി സിമിലർ ലൈക്ക് ഹാൻഡ് സിമ്മർ എന്ന് പറയുന്നു, കാര്യങ്ങൾ പറയുന്നു. സോ ഹൗ ബിഗ് എൻ ഇൻസ്പിറേഷൻ ഇസ് ഹാൻഡ് സിമ്മർ ഫോർ യു? ഞാൻ ലയൺ കിങ് ആണ് എൻ്റെ പുള്ളിയുടെ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം. അതിൽ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ മ്യൂസിക് തന്നെ ഫോളോ ചെയ്യുന്നതൊന്നുമില്ല, പക്ഷെ അന്നേ എനിക്ക് മ്യൂസിക് ഭയങ്കരമായിട്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് പുള്ളിയുടെ ബ്ലാക്ക് ഹോക്ക് ഡൗൺ എന്ന് പറഞ്ഞ പടമൊക്കെ കേൾക്കുന്നു. അപ്പോൾ എനിക്ക് ആ പുള്ളിയുടെ എനർജി ഭയങ്കര ഇഷ്ടം. പുള്ളി ഫിലിമിലേക്ക് കൊടുക്കുന്ന ഒരു എനർജി, ദാറ്റ് ബിഗ്നെസ്. അപ്പോൾ പിന്നെ മുന്നോട്ട് പോകുന്നവർ പുള്ളിയുടെ ഒരു ഇത് കേൾക്കുമ്പോഴും എനിക്ക് ആ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ചേസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതാണ് എന്നെ കൂടുതൽ പുള്ളിയുടെ കാരണം. പിന്നെ പുള്ളി ഉണ്ടാക്കുന്ന പൾസ് ഭയങ്കര അടിപൊളി. പടത്തിന് കൊടുക്കുന്ന സ്പീഡ് അത് നമ്മൾ അറിയില്ല. ഈവൻ ഭയങ്കര സൗണ്ട് എഫക്ട്സ് പോകുന്നുണ്ടെങ്കിൽ പുള്ളി അടിയിൽ ചെറിയൊരു പാഡ്സ് വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും, പക്ഷെ അത് മൂവീനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഐഡിയാസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറയില്ല ഭയങ്കര ബിഗ് സൗണ്ട് അത് കൊണ്ടുവരിക എന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹം. സോ ഐ എം ആസ്കിങ് യു ഇയർ ഇപ്പോൾ ഹാൻഡ് സിമ്മറിൻ്റെ ലയൺ കിങ്ങിലെ ട്രാക്ക് പറഞ്ഞ പോലെ കുറച്ച് ട്രാക്ക് പറഞ്ഞില്ല, വാട്ട് വുഡ് ബി യുവർ ഗോ ടു ട്രാക്ക് ഓഫ് ഹാൻഡ് സിമ്മർ ഓൾവേസ്? ഐ മീൻ നിങ്ങൾ ഡൗൺ ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റേ ഐ വിൽ ഗോ ആൻഡ് ലിസൺ ടു ദിസ് പെർട്ടിക്കുലർ ട്രാക്ക്, മേ ബി 2 or 3 tracks? കുറേ ഉണ്ട്. എനിക്കിപ്പോൾ ബ്ലാക്ക് ഹോക്ക് ഡൗണിലത്തെ മൊഗദിഷ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗ്ലാഡിയേറ്റർ ഈ പറഞ്ഞ പോലെ ഇരുന്ന് കേട്ട് തുടങ്ങിയത് അങ്ങ് പുള്ളിയുടെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ട്രാക്ക് എന്നുള്ളതല്ല. എനിക്ക് പുള്ളി ഹാൻഡ് സിമ്മറിൻ്റെ OST ഞാൻ ഫസ്റ്റ് ഓൺ ചെയ്യുന്നു, പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ഈ ഹാൻഡ് സിമ്മർ, AR റഹ്മാൻ, ഐ മീൻ 2 ഐക്കൺ, അവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്യുന്ന വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു? പിന്നല്ലാണ്ട് അത് കാരണം ഈസി അല്ല. അത് രണ്ട് തലത്തിൽ നിൽക്കുന്ന സ്റ്റാർസാണ്. അപ്പോൾ അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്, രണ്ടുപേരും മ്യൂസിക് പരിപാടി എങ്ങനെ ബ്ലെൻഡ് ആവുന്നു എന്നുള്ളത്, അത് ആക്ച്വലി ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയായിരിക്കും. അതൊന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഓൺ എ പേഴ്സണൽ ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഹോക്ക് ഡൗൺ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് അതിനകത്ത് വെൻ ഐ ഫീൽ നം ഐ ഗോ ആൻഡ് ലിസൺ ടു ലീവ് നോ മാൻ ബിഹൈൻഡ് ഫ്രം ബ്ലാക്ക് ഹോക്ക് ഡൗൺ ആൻഡ് ഇറ്റ്സ് സംതിങ് ഇറ്റ് ഗിവ്സ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അപ്പം ഈ OSTs കേൾക്കുന്ന ഒരു നേച്ചർ ഉള്ളതുകൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് കിഷ്കിന്ധാകാന്ഡത്തിലുള്ളത് 37 പീസ് OST ആണ്. സോ ചില സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വാട്ട് ഗോസ് ഔട്ട് ഇസ് വാട്ട് മേക്സ് എ ഗുഡ് ഫിലിം. അപ്പോൾ ഡസ് എവറിത്തിങ് ദാറ്റ് യു മേക്ക് ഗോസ് ഇൻ ടു എ ഫിലിം? കിഷ്കിന്ധയിൽ യെസ്, എല്ലാം. ഈവൻ എക്കോയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അതിപ്പോൾ ബാഹുലൊക്കെ ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്ന എൻ്റെ ഗുണമെന്ന് തോന്നുന്നുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണ്ട. സോ അങ്ങനെ റിജക്ഷൻ ആക്ച്വലി വന്നിട്ടില്ല. കിഷ്കിന്ധയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻ്റർവെൽ സീൻ ആദ്യം ചെയ്തിട്ട് അത് മാത്രം മാറ്റി. അത് എനിക്ക് തന്നെ അത് തോന്നിയപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് വേറെ റീവർക്ക് ചെയ്താണ് ഇപ്പോൾ കേൾക്കുന്ന വേർഷനുണ്ട്. സോ അത് മാത്രമാണ് നമ്മൾ മാറ്റിയേക്കുന്നത്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഐ മീൻ ചിലപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ അതിന് എടുത്ത എഫേർട്ട് അത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ഇൻ. പക്ഷേ ചിലപ്പോൾ അത് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെയും ചിലപ്പോൾ ഇരിക്കുന്നൊരു OST ആയിരിക്കാം. അപ്പോൾ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെ അതെനിക്ക് തോന്നുന്നു ഞാൻ പ്രോഗ്രാമിങ് ചെയ്ത സമയത്തെ അത് ആ വിഷമം മാറി. കാരണം പ്രോഗ്രാമിങ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ കുറേ എഫേർട്ട് എടുത്തൊരു സീൻ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് പറയും ഇതല്ല ടക്ക്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ കുറേ നേരം ഇരിക്കും ഇത്, പക്ഷെ പിന്നെ നമ്മളത് അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. കാരണം മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു വിഷൻ ഉണ്ട്. കാരണം മ്യൂസിക് ഡയറക്ടറാണ് ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് അറിയാം എന്താ വേണ്ടത്. അപ്പോൾ അത് പിന്നീട് അത് ഈസിയായി, അപ്പോഴത്തേക്ക് അടുത്തിലേക്ക് പോകും. ഗ്രാഫ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം പോലൊരു സിനിമ, ആസിഫ് അലി നായകനാവുന്ന കിഷ്കിന്ധാകാന്ഡം പോലൊരു സിനിമ, മമ്മൂക്ക നായകനാവുന്ന കളങ്കാവൽ പോലൊരു സിനിമ, ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ അപ്രോച്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റാർഡം? ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ചിന്തിച്ച് ചെയ്തിട്ടില്ല. കൂടുതൽ മൂവി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിലാണ് പോയേക്കുന്നത്. മമ്മൂക്ക ഒരു ബ്രേക്കിന് ശേഷം വരുന്ന കളങ്കാവൽ, സോ വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. സോ ഹൗ ചലഞ്ചിങ് വാസ് ദാറ്റ് വർക്ക്? ഞാൻ ഭയങ്കര ചില്ലായിരുന്നു. ഐ മീൻ ഭയങ്കര കൂളായിരുന്നു. ബിക്കോസ് ഞാനിത് കുറേ കാലമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളത്. അത് കളങ്കാവൽ പോലത്തെ പുള്ളിയുടെ ഒരു എക്സ്പെരിമെൻ്റൽ പരിപാടിയിൽ തന്നെ ചെയ്യാൻ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ ഡയറക്ടർ അൽജീത്തിനായാലും ഭയങ്കര കംഫർട്ടബിളാണ് പുള്ളി. ഈ പറഞ്ഞ ക്ലാരിറ്റി ഉണ്ട്, എന്താ
അപ്പോൾ അടിപൊളിയായിരുന്നു. സോ വിച്ച് വാസ് യുവർ മോസ്റ്റ് ചലഞ്ചിങ് വർക്ക്? ഇതുവരെയുള്ള ഏറ്റവും ചലഞ്ച് അനുഭവിച്ചിട്ടുള്ള വർക്ക് ഏതാണ്? ലാസ്റ്റ് കഴിഞ്ഞത് എക്കോ. എവറി വർക്ക് ഇസ് എ ചലഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈവ് മ്യൂസിക് അല്ലെങ്കിൽ ഈ ലൈവായിട്ട് പ്ലേ ചെയ്യുന്ന ഇൻഡി മ്യൂസീഷ്യൻസ് കാര്യങ്ങൾ, ഡു യു ലുക്ക് ഫോർവേഡ് ടു ദെയർ വർക്ക്? അവരെ ഫോളോ ചെയ്യൽ, കൺസേർട്ടുകൾ അറ്റൻഡ് ചെയ്യൽ പരിപാടികളൊക്കെ ഉണ്ടോ? അവരുടെ വർക്ക് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ പൊതുവേ ലൈവ് ഷോസ് പോകല് ഭയങ്കര കുറവാണ്. എനിക്ക് ക്രൗഡ് ഭയങ്കര പ്രശ്നമുണ്ട്. ഓക്കെ. പോവാറുണ്ട്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് യാനി വന്നപ്പോൾ യാനിൻ്റെ ഷോയിനൊക്കെ പോയിരുന്നു. പിന്നെ തിനരിവൻ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് സ്റ്റുഡിയോയിലിരുന്ന് പാട്ട് കേൾക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഓർത്തിറങ്ങുമ്പോൾ മലയാളത്തിൽ ഓക്കെ ദിസ് ഇസ് സംതിങ് ദാറ്റ് റിയലി ഇൻസ്പയർഡ് മീ. അത് ഐ എം സ്പീക്കിംഗ് അബൌട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്. പാട്ടുകൾ ഒരുപാടുണ്ടായിരിക്കാം എന്ന് എനിക്കറിയാം. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു പിക്ക് ആൻഡ് ചൂസ്. അങ്ങനെ തോന്നിയിട്ടുള്ള ഐ വോണ്ട് ടു നോ യുവർ ഇൻസ്പിറേഷൻസ്. എനിക്ക് ജോൺസൺ മാഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ എസ് ബാലകൃഷ്ണൻ, പിന്നെ വിദ്യാസാഗർ സാർ. അതിൽ അവർക്ക് ഏതെങ്കിലും ഓർമ്മയുള്ള ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രാക്ക്, ഒരു സീൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സൗണ്ട് ട്രാക്ക്? ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ജോൺസൺ മാഷും മഴയും. ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു മെലഡി എടുത്ത് പറയാൻ തുടങ്ങി ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാനതങ്ങനെ ഒരു പെർട്ടിക്കുലർ സാധനമാണ്. ഞാനത് മൂവി ആയിട്ട് കാണുമ്പോൾ അതിന് എങ്ങനെ എന്നെ എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരുടെ വർക്ക് തന്നെ ഭയങ്കര എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഒരു മൂവി കണ്ടിറങ്ങുമ്പോൾ അതിൽ ഒരു എലമെൻറ്റ് സെപ്പറേറ്റ്ലി അങ്ങനെ എടുത്തു പറയുന്ന ഒരു പ്രവണത ഇപ്പോൾ റിവ്യൂസിലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ആസ് എ മൂവി ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് ഫോർ മീ, ഞാൻ അതിൽ എലമെൻറ്റുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. സോ അങ്ങനെ ഒരു മുജീബ് മജീദ് മ്യൂസിക് സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറ്? അത് ഇപ്പോൾ അനീജ് പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും പടത്തിൻ്റെ മുകളിലോട്ട് മ്യൂസിക് നിൽക്കരുന്ന്, പടത്തിന് എന്ത് വേണം അതിന് കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവരിത് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ മുജീബിൻ്റെ ഇപ്പോൾ മുജീബ് നോട്ട് എ മ്യൂസിക് കമ്പോസർ, ആസ് എൻ ഔട്ട്സൈഡർ സിനിമ കാണുമ്പോൾ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ എലമെൻറ്റ് സെപ്പറേറ്റ് നോട്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ദ ഹോൾ പ്രോസസ്സ് എന്നുള്ള രീതിയിൽ തന്നെ പോകാറ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി അതിലിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എന്താണോ ആവശ്യം, ഇപ്പോൾ ഞാനും ഇപ്പോൾ വിഷ്ണു ഗോവിന്ദാണ് ഞങ്ങൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന എക്കോ. നമ്മൾ കുറേ വർഷത്തെ പരിചയം. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടെ അവന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ സീനിൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൊരു ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മളതനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് എക്കോനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈവൻ എഡിറ്റർ ആണെങ്കിലും ഞാനൊരു സ്കോർ ചെയ്ത് കൊടുക്കുമ്പോൾ പുള്ളി അല്ലെങ്കിൽ ബാഹുൽ ഇരുന്ന് ആ സ്കോറിനനുസരിച്ചിട്ട് ലെങ്ത്ത് കൂടുതലുള്ള മ്യൂസിക് ആണെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് സീൻ കൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ ആ സ്കോർ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച്. സോ ആ ഫ്ലോ ഭയങ്കര അടിപൊളി. അപ്പോൾ ഈ എല്ലാവരും കൂടെ കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ഇത്രയ്ക്ക് എഫേർട്ട് ഇട്ട് എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ് വാങ്ങിച്ച് വെച്ച് കൃത്യമായിട്ട് hours and days and months എഫേർട്ട് ഇട്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കി അത് കൃത്യമായ രീതിയിൽ ജഡ്ജ് ചെയ്ത് ഔട്ട്പുട്ട് കൊടുത്തു പോകുമ്പോൾ ഇപ്പോഴത്തെ തിയേറ്ററുകളുടെ ഒരു ജനറൽ അവസ്ഥ എന്താണ്? ചിലതൊക്കെ ഭയങ്കര സങ്കടം തന്നെയാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ എല്ലാ തിയേറ്റേഴ്സിലും നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ബേസിക് എല്ലാവരും സൗണ്ടിങ് സിമിലർ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊന്നും റൈറ്റ് സ്പീക്കേഴ്സ് വർക്കാവില്ല, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ലെഫ്റ്റ് സ്പീക്കേഴ്സ് വർക്കാവില്ല, അല്ലെങ്കിൽ സബ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. ചില തിയേറ്റേഴ്സ് മാത്രമേ അടിപൊളിയായിട്ട് നമുക്ക് സൗണ്ടിങ് കിട്ടിയിട്ടുള്ളൂ. അതിപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് ഓരോരുത്തരും ഒന്ന് സംസാരിച്ച് അത് മാറുന്നു വിശ്വസിക്കുന്നു. കണ്ടംപററീസിൽ ഇപ്പോൾ മലയാളം സിനിമ ഈസ് ഗോയിങ് ത്രൂ എ വെരി നല്ലൊരു ഗോൾഡൻ ഏജ്, നാഷണൽ മീഡിയ അറ്റൻഷൻ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എക്കോ പോലും എല്ലാവരും ദേ ലുക്കിംഗ് ഫോർവേഡ് ടു, അല്ലെങ്കിൽ ഇതുപോലൊരു സിനിമ ഇത്ര വലിയൊരു കൊമേഴ്ഷ്യൽ വിജയമാകുന്ന മലയാളത്തിൽ മാത്രമാണെന്നൊക്കെ റിവ്യൂവേഴ്സ് പറയുന്നു, കാര്യങ്ങൾ പറയുന്നു. ഐ മീൻ വി ഹാവ് എ ലോട്ട് ഓഫ് കണ്ടംപററി മ്യൂസീഷ്യൻസ്. ജസ്റ്റിൻ ഇസ് ഗോയിങ് ടു ബോളിവുഡ്, ഡൂയിങ് 3 സോ ഇറ്റ് ഈസ് ഈ ഒരു കാലഘട്ടത്തെ പറ്റി, അപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് ബ്ലൂമിങ് ഈ കാലഘട്ടത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഐ മീൻ എവറിബഡി ഈസ് ലുക്കിംഗ് അപ്പ് ഇൻ ടു, ഡസ് ദാറ്റ് ആഡ് സം പ്രഷർ ടു ദ വർക്ക് ദാറ്റ് യു ആർ ഡൂയിങ്? ഞാൻ ഇതുവരെ പ്രഷർ അനുഭവിച്ചിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ ഐ തിങ്ക്
ഐ തിങ്ക് ഇറ്റ്സ് എ പ്രോസസ്സ്. ഇതിങ്ങനെ തന്നെയായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു ഡൗൺഫോൾ വരാം. ഐ ഡോണ്ട് നോ. ബട്ട് സോ ഇപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ 2010 2008 എനിക്ക് ഒരു ഫിലിം ചെയ്യാനുള്ള ഓഫറൊക്കെ വന്നു. അപ്പോൾ അന്ന് ആ ഫിലിം നടക്കേണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അന്ന് ആ പടം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എവിടെ എത്തുമായിരുന്നില്ല. പക്ഷെ അതിൽ എനിക്കൊരു ജേർണി ഉണ്ടായി. ഞാനൊരു പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഓരോ പ്രോസസ്സ് കണ്ട് സോ ഐ തിങ്ക് ഈ കാലഘട്ടത്തിലായിരിക്കും എൻ്റെ സൗണ്ട്, എൻ്റെ മ്യൂസിക് സ്റ്റൈല് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നൊരു. അപ്പോൾ ഐ ബിലീവ് ലൈക്ക് നമ്മുടെ ഒരു ടൈം ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളൊരു പ്ലേസിൽ എത്തിക്കുക എന്നുള്ളൊരു റൈറ്റ് ടൈമിൽ വരിക എന്നുള്ളൊരു സാധനം എനിക്കുള്ളത് അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ടും എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ചോദിക്കാം. ഇപ്പോൾ 2008 ചിലപ്പോൾ മുജീബ് ചെയ്തിരുന്നെങ്കിൽ കുഡ് ഹാവ് ബീൻ വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു അക്സെപ്റ്റൻസ് ചിലപ്പോൾ അന്ന് കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു ആൽബമോ അല്ലെങ്കിൽ ഒരു സിനിമയോ തോന്നിയിട്ടുണ്ടോ ഇറ്റ് വാസ് വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ഇൻ ടേംസ് ഓഫ് സൗണ്ട്? ഐ തിങ്ക് നിർണയം എന്ന് പറഞ്ഞ പടം. സോ ഈവൻ യോധയൊക്കെ ആക്ച്വലി അന്നത്തെ അന്ന് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. അന്ന് എനിക്കറിയില്ല അത് ഹിറ്റായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അന്ന് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പടം. അതിലത്തെ പാട്ടുകളായാലും. ഇപ്പോൾ സിനിമ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ ഞാൻ സൗണ്ട് ഡിസൈനേഴ്സ് പ്ലേ എ വെരി ഹ്യൂജ് റോൾ. എസ്പെഷ്യലി ഇപ്പോൾ എക്കോ അല്ലെങ്കിൽ കിഷ്കിന്താകാണ്ഡം പോലുള്ള ചിത്രം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടു സ്പീക്ക് അബൌട്ട് സൗണ്ട് ഡിസൈനിങ് ഒക്കെ. അപ്പോൾ ഇപ്പം ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും സൗണ്ട് ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റും ഐ മീൻ എനിക്ക് അറിയില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നുള്ളത്. ഡു യു വർക്ക് ഇൻ കൊഹേഷൻ? കാരണം അവർ ഒരു സീൻ അവർ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്നു, അതിൽ ഒരു സ്കോർ ചെയ്യുന്നു. സോ ഹൗ ഡസ് ദാറ്റ് കൊളാബറേഷൻ വർക്ക്? അതേ പറഞ്ഞ വിഷ്ണുവായിട്ട് നമ്മളൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ഡിസ്കഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുന്ന സ്കോറിൽ വിഷ്ണു ചെയ്യുന്ന സാധനങ്ങൾ ക്ലാഷ് വരാൻ പാടില്ല. അപ്പോൾ സോ നമ്മളത് ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത സാധനം വിഷ്ണുവിന് ഞാൻ അയച്ചു കൊടുക്കും. സോ വിഷ്ണുവിൻ്റെ അത് ഐഡിയ ആവും. ഓക്കെ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വിഷ്ണു ഈ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നൊന്നും കേൾക്കില്ല. സോ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലീനർ ആയിരിക്കും. സോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഹോളിവുഡ് ഫിലിംസിലൊക്കെ അങ്ങനെയാണ്. അത് മ്യൂസിക്കും സൗണ്ടും എല്ലാം നല്ല ബ്ലെൻഡായിട്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു വിഷ്വലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെക്സിക്കോ കാണിക്കുമ്പോൾ ഒരു കളർ ടോൺ, അല്ലെങ്കിൽ UAE കാണിക്കുമ്പോൾ ഒരു കളർ ടോൺ, അതുപോലെ തന്നെ പീരിയഡ് ഡ്രാമയ്ക്ക് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് കളർ ടോണും സൗണ്ട് സ്കേപ്പും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്ത രേഖാചിത്രത്തിലൊരു പീരിയോഡിക് ഡ്രാമ ഉണ്ട്. എനിക്കൊന്ന് കളങ്കാവലും എനിക്കൊന്ന് കുറച്ച് ഒരു പീരിയോഡിക് ഡ്രാമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ സ്കോർ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു സോണിക് ഐഡൻറ്റിറ്റി ഡിഫറൻസ് എങ്ങനെയാണ്? അതെനിക്ക് ഞാൻ ആക്ച്വലി കളങ്കാവിൽ ഞാൻ ഫസ്റ്റ് സ്കോർ ഇന്നാവുന്നു അതിലത്തെ ഒരു സീനിൽ നിന്നാണ്. അപ്പോൾ ആ സീനിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ക്യാരക്ടർ തന്നെയാണ് എനിക്ക് സ്കോറിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ. ഞാനതൊരു പീരിയഡ് അല്ലെങ്കിൽ ആ ഒരു ടൈം വെച്ചിട്ടല്ല സ്കോർ പോയേക്കുന്നത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ്, എങ്ങനെ ഒരു കാണുന്ന ആളെ ഇന്നാക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. കോണ്ടംപററീസിൽ ആരാണ് who are the music directors that you're looking forward to? Like excite ചെയ്യിക്കുന്ന വർക്ക്, I mean I want to do like that. I mean എനിക്ക് ഇവരുടെ ജസ്റ്റിൻ്റെ ഒക്കെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അതേ ക്രിസ്റ്റോ, പിന്നെ സുഷീൻ. ഈ അടുത്ത് ഏറ്റവും ഹുക്കായിട്ടുള്ള ഒരു മുജീബിൻ്റേതല്ലാത്ത ഒരു വർക്ക് ഏതായിരിക്കും? എനിക്കിപ്പോൾ അടുത്ത് എൻ്റെ ലോക പടം ഭയങ്കരമായിട്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഭയങ്കര ഗൂസ്ബം കിട്ടിയ പടം. നിങ്ങളുടെ ഒരു യു ഗൈസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾ ഹൗ ഡസ് യുവർ ഫ്രണ്ട്ഷിപ്പ്? ഞങ്ങൾ കുറേ വർഷമായിട്ടുള്ള പരിചയമാണ്. ജസ്റ്റിൻ, ഗോവിന്ദ്, അതുപോലെ രാജേഷ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വിളിക്കും, ടച്ചിലുണ്ട്. ഇപ്പോൾ ഈവൻ ക്രിസ്റ്റോ ആണെങ്കിലും ക്രിസ്റ്റോ ഒക്കെ പടം കണ്ടു കഴിഞ്ഞിട്ട് വിളിക്കും, ടച്ചിലുണ്ട് എല്ലാവരായിട്ടും. അപ്പോൾ ഈ ഹൗ വാസ് ചെന്നൈ ഡേയ്സ്? ചെന്നൈ സ്ട്രഗിൾസ് ഉണ്ടല്ലോ ആ സമയത്ത്. ഇപ്പോൾ ഗോവിന്ദും ഐ വർക്ക് വിത്ത് കപ്പിൾ ഓഫ് ദം വെരി ക്ലോസ്ലി. അപ്പോൾ ആ ഒരു ഇപ്പോൾ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബാൻഡ്, ഫോർ മീ കമറാഡറി ഈസ് വാട്ട് സ്റ്റിൽ കീപ്സ് ദം ഗോയിങ്. ബി ഇറ്റ് ഗോവിന്ദ്, ബി ഇറ്റ് ക്രിസ്റ്റി, ബി ഇറ്റ് അശോക്, എവ്രി വൺ. ആ ഡേയ്സ് റീകോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഐ മീൻ യു ഗൈസ് ആർ സക്സസ്ഫുൾ നൗ. ഐ എം യൂസിങ് ദ ടേം സക്സസ്ഫുൾ. ഐ എം ലുക്കിംഗ് ബാക്ക് അറ്റ് ഇറ്റ്. ഹൗ ഡു യു ഫീൽ? വെരി ഹാപ്പി. അത് എനിക്ക് തോന്നുന്നു സോ തൈക്കുടം അതിലത്തെ എല്ലാവരും നമ്മൾ ഫ്രണ്ട്സാണ്, ക്ലോസ് ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഗോവിന്ദ്, ക്രിസ്റ്റി, സൗണ്ട് എൻജിനീയേഴ്സായ ഹേമന്ത്, രാജൻ, അതുപോലെ വിപിൻ ലാൽ, ഇവരൊക്കെ നമ്മൾ പണ്ട് മുതലേ അവിടെ ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെയാണ് അവിടെ പോയേക്കണേന്നുള്ള സ്ട്രഗിൾ ഇതൊക്കെ. പക്ഷേ
എനിക്ക് തോന്നുന്നു ചെന്നൈയിലേക്ക് പഠിക്കാൻ പോകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. കാരണം അവിടെ നിന്നാണ് ഞാൻ ഇവരൊക്കെ കാണുമ്പോഴാണ് എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി ഓക്കെ ഇത് പോരാ, ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള സാധനമൊക്കെ കാണുന്നത്. സോ ചെന്നൈ വാസ് എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ആയിരുന്നു ആക്ച്വലി. ലുക്കിംഗ് ബാക്ക് അറ്റ് ദ സ്ട്രഗിൾ ബട്ട് യു സ്റ്റിൽ ഓ ഇപ്പോൾ പണങ്ങുന്ന സന്തോഷം. അതെനിക്ക് തോന്നുക നമ്മളാക്കുന്നത് ആക്ച്വലി ആ സ്ട്രഗിളാണ്. സോ വെരി ഹാപ്പി ദാറ്റ്. മുജീബ്, താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. താങ്ക് യു. ഞാൻ ബോറാക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ പതുക്കെ തലയിൽ എന്തൊക്കെയാണെന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ്. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ചാറ്റിംഗ് വിത്ത് us. Good luck for Kalankaval, good luck for Chattapachcha.